ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷദാന്തമോന്തം സംസാരിണാം കരുണയാഘ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ശൃണ്വതാം സ്വഗതാ കൃഷ്ണ പുണ്യശ്രവണകീർത്തനഃ ഹൃദ്യന്തസ്തോ ഹി അഭദ്രാണി വിഘ്നോതി സുഹൃത്സദാ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തിശക്തികം. നമാമി ദേവം കരുണാനിധാനം തമാലവർണം സുവിധാവതാരം സംസാരസമുദ്രസേതും ഭജാമഹേ ഭാഗവതസ്വരൂപം. അപാര സംസാരസമുദ്രസേതും ഭജാമഹേ ഭാഗവതസ്വരൂപം. ഹരേ കൃഷ്ണ. നമുക്ക് ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമി നാമിനെ നമോ. ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി ഗുരുദേവ് കി ജയ്, പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. നമുക്കിന്ന് എടുക്കാനുള്ള ശ്ലോകം 1-ാം സ്കന്ധത്തിലെ 7-ാം അധ്യായം 5-ാം ശ്ലോകമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കേൾക്കാമോ? കൃഷ്ണ ഹരേ കൃഷ്ണ. കേൾക്കാം മാതാജി. ദേവകി മാതാജി. ഹരേ കൃഷ്ണ. ഹരിബോൽ. നന്നായിട്ട് കാണാം. ശരി. ഹരേ കൃഷ്ണ. നമ്മള് 7-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം. യയാ സമ്മോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകം പരോഭിമനുതേനർത്ഥം തൽകൃതം ചാപിപത്യതേ. യയാ സമ്മോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകം പരോഭിമനുതേനർത്ഥം തൽകൃതം ചാഭിപദ്യതേ. യയാ സമ്മോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകം പരോഭിമനുതേനർത്ഥം തൽകൃതം ചാഭിപദ്യതേ. ഹരേ കൃഷ്ണ. നമുക്ക് അതിന്റെ വേർഡ്സ് നോക്കാം. യയാ സമ്മോഹിതഃ ജീവഃ ആത്മാനം ത്രിഗുണ ആത്മകം പരഃ അപി
മനുതേ അനർത്ഥം തത്കൃതം ച അഭിപദ്യതേ. യയാ ആരാലാണോ സമ്മോഹിത മായയ്ക്ക് അധീനനായി തീരുക, സമ്മോഹിതനാകുക, നമ്മള് മായയ്ക്ക് അധീനനായി, ജീവഹ ജീവസത്തകൾ, ആത്മാനം ആത്മാവ്, ത്രിഗുണാത്മകം പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ നമ്മൾ ബദ്ധരായി തീരുക. അപ്പം ത്രിഗുണങ്ങളാൽ ബദ്ധനായി തീർന്നിട്ട് നമ്മൾ കരുതുക ഞാൻ അതിന്റെ ഉൽപ്പന്നമാണെന്ന്. പരഹ അതീന്ദ്രിയമായ, അഭി അങ്ങനെയാണെങ്കിൽ തന്നെയും, മന്യതേ അതിന് യാതൊരു കാരണമോ തെളിവോ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ നമ്മൾ അങ്ങ് ശരിയായി അംഗീകരിക്കുക, വിചാരിക്കുക, നമ്മുടെ മനസ്സിലങ്ങ് ചിന്തിക്കുക. അനർത്ഥം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അനർത്ഥം എന്ന് പറയുന്നത്. തത് എന്ന് പറഞ്ഞാൽ അതിനാൽ, കൃതം ച അതിന്റെ വരാൻ പോകുന്ന മാർഗം എന്ത് പറയും, പ്രത്യാഘാതമായിട്ടുള്ളത്, അഭിപദ്യതേ അത് സംബന്ധിച്ചവ അനുഭവിക്കുന്നു. അഭിപദ്യതേ. ഹരേ കൃഷ്ണ. അതിന്റെ വിവർത്തനം നമുക്ക് നോക്കാം. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പട്ട് ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കി ജയ്, ഗുരുദേവ് കി ജയ്. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീന്ദ്രിയമാണെങ്കിൽ തന്നെയും ഈ ബഹിരംഗ ശക്തി നിമിത്തം ജീവസത്തകൾ സ്വയം ഭൗതിക ഉൽപ്പന്നങ്ങളാണെന്ന് ധരിക്കുകയും അപ്രകാരം ഭൗതിക ക്ലേശങ്ങളുടെ പ്രത്യാഘാതങ്ങൾക്ക് വിധേയരാവുകയും ചെയ്യുന്നു. പ്രഭുവാദിക്ക് ജയ്. അദ്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവംശ ശ്രീരൂപം സാക്തജാതം സഹഗണ രഘുനാഥാന്യതം തം സജീവം സദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്യതാംശ. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരി. വാഞ്ചാകൽപതരൂപ്യസ്യ കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ അതിന്റെ ഭാവാർത്ഥം വളരെ വലുതാണ്. അത് മൊത്തം വായിക്കണോ മാതാജി? ഹരേ കൃഷ്ണ. വളരെ വലിയ ഭാവാർത്ഥമാണ്. എല്ലാവരുടെയും കയ്യിൽ പുസ്തകം ഉണ്ടോ? ശ്രീല പ്രഭുപാദന്റെ പുസ്തകം ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കത് ഇത് മൊത്തം വായിക്കാനാണെങ്കിൽ ഒരു 10 മിനിറ്റ് പോകും. 6-7 വായിക്കണം. ഹരേ കൃഷ്ണ. ഓക്കെ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ഭൗതിക ജീവാത്മാക്കളുടെ ദുരിതങ്ങൾക്കുള്ള മൂലഹേതുവും ആചരിക്കേണ്ടതായ പരിഹാര മാർഗങ്ങളും പരമമായി പ്രാപ്തമാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. അവയൊക്കെ ഈ സവിശേഷ ശ്ലോകത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നു. ജീവാത്മാക്കൾ വ്യവസ്ഥാപിതമായി ഭൗതിക പഞ്ചര ബന്ധനങ്ങൾക്ക് അതീന്ദ്രിയരാണ്. എന്നാൽ അവർ ഭൗതിക ശക്തിയാൽ തടവിലാക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അവർ ഭൗതിക ഉൽപ്പന്നങ്ങളിൽ ഒന്നാണെന്ന് സ്വയം വിചാരിക്കുന്നു. മാത്രവുമല്ല, ഈ അപവിത്ര സ്പർശനത്താൽ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് വിധേയമായി പരിശുദ്ധമായ ആത്മീയ ശ്രദ്ധ ഭൗതിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നു. ഭൗതിക സാഹചര്യങ്ങളുടെ സ്വാധീനതയിലുള്ള ജീവാത്മാവിന്റെ പ്രസ്തുത തലതിരിഞ്ഞ ചിന്തയും മനോവികാരവും ഇച്ഛാവാസനയുമെല്ലാം അതിന് ഒട്ടും സ്വാഭാവികമല്ല. എന്നാൽ അതിന് അതിൻ്റെതായ സാധാരണ ചിന്തകളും വികാരങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. ചിന്താശക്തിയോ ആഗ്രഹമോ വികാരമോ ഇല്ലാത്തതല്ല ജീവസത്തയുടെ യഥാർത്ഥ അവസ്ഥ. ജീവാത്മാക്കളുടെ യഥാർത്ഥ ജ്ഞാനം ഇപ്പോൾ അജ്ഞതയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് ഭഗവത്ഗീതയിലും സ്ഥിരീകരിച്ചിരിക്കുന്നു. അപ്രകാരം ജീവാത്മാക്കൾ പരമമായ അവ്യക്തിഗത ബ്രഹ്മമാണെന്ന തത്വത്തെ ഇവിടെ ഖണ്ഡിച്ചിരിക്കുന്നു. ജീവസത്തകൾക്ക് യഥാർത്ഥ നിരുപാധിക അവസ്ഥയിലും അവരുടേതായ ചിന്താധാരയുണ്ട് എന്ന വസ്തുതയും ഈ തത്വത്തെ തെറ്റെന്ന് നിരൂപിക്കുന്നു. വർത്തമാന സ്വാഭാവിക അവസ്ഥ ബഹിരംഗ ശക്തിയുടെ സ്വാധീന നിമിത്തമാണ്. ഇതിനർത്ഥം മായാശക്തി സകലവിധ പ്രവർത്തനങ്ങളെയും അധികാരപ്പെടുത്തിയിരിക്കുന്നു എന്നും പരമപുരുഷനായ ഭഗവാൻ അകന്നു നിൽക്കുന്നു എന്നുമാണ്. ബഹിരംഗ ശക്തിയാൽ ജീവാത്മാക്കൾ വ്യാമോഹിതരായി തീരണമെന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പരമാർത്ഥത്തെക്കുറിച്ച് പൂർണ്ണ ബോധവതിയാണ് ബഹിരംഗ ശക്തി.
എങ്കിൽ തന്നെയും അവൾ അവളുടെ അമ്പരപ്പിക്കുന്ന സ്വാധീനത്താൽ മിഥ്യയുടെ നിയന്ത്രണത്തിൻ കീഴിൽ വിസ്മൃതാവസ്ഥയിലായ ആത്മാക്കളെ നിലനിർത്തുന്നു. മായാശക്തിയുടെ കർത്തവ്യങ്ങളെ ഭഗവാൻ എതിർക്കാറില്ല. ജീവാത്മാക്കളുടെ പുനരുദ്ധാരണത്തിന് മായാശക്തിയുടെ അത്തരം നിർവഹണങ്ങൾ അനിവാര്യമാണ്. മറ്റൊരു വ്യക്തിയാൽ സ്വന്തം പുത്രൻ ശിക്ഷിക്കപ്പെടുന്നത് സ്നേഹമുള്ള ഏതൊരു പിതാവും ഇഷ്ടപ്പെടുകയില്ല. എങ്കിൽ തന്നെയും അദ്ദേഹം തന്റെ അനുസരണയില്ലാത്ത പുത്രനെ അനുസരണയുള്ളവനാക്കി മാറ്റുവാൻ കർക്കശനായ ഒരാളുടെ ശിക്ഷണത്തിൽ വിടുന്നു. അതേസമയം സർവസമ്പന്നനായ പരമപിതാവ് ബദ്ധാത്മാവിന്റെ മോചനം അഥവാ മായാശക്തിയുടെ മുഷ്ടിബന്ധനത്തിൽ നിന്നുള്ള ആശ്വാസം ആഗ്രഹിക്കുന്നു. രാജാവ് അപരാധികളെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു. എന്നാൽ ചിലപ്പോഴൊക്കെ കുറ്റവാളികളുടെ ദയ തോന്നി അവരുടെ മോചനം ആഗ്രഹിക്കയാൽ രാജാവ് സ്വയം തടവറ സന്ദർശിച്ച് അവരുടെ ഉദ്ധാരണത്തിനായി വ്യവഹാരം നടത്തുകയും അപ്രകാരം അവർ സ്വതന്ത്രരാക്കപ്പെടുകയും ചെയ്യുന്നു. അതേപോലെ പരമപുരുഷനായ ഭഗവാൻ അദ്ദേഹത്തിന്റെ രാജ്യത്തിൽ നിന്നും മായാശക്തിയുടെ രാജ്യത്തിൽ അവതരിക്കുകയും ഭഗവത്ഗീതാ സ്വരൂപത്തിൽ പ്രശമനം നൽകുകയും ചെയ്യുന്നു. മായാശക്തിയുടെ നടപടിയെ പരാജയപ്പെടുത്താൻ അത്യന്തം പ്രയാസമാണെങ്കിൽ തന്നെയും ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ അഭയം പ്രാപിക്കുന്ന പരമപുരുഷനായ ഭഗവാന്റെ ആജ്ഞയാൽ മോചിപ്പിക്കപ്പെടുമെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ സ്വയം പ്രബോധിപ്പിക്കുന്നു. മായാശക്തികളുടെ വിസ്മയിപ്പിക്കുന്ന നടപടികളിൽ നിന്നും പ്രശമനം ലഭിക്കുന്നതിനായുള്ള പരിഹാര മാർഗമാണ് ഈ സമർപ്പണ പ്രവർത്തന പദ്ധതി. നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കേണ്ടതാണ്. സംസർഗ പ്രഭാവം അനുസരിച്ചാണ് സമർപ്പണ പ്രവർത്തന പദ്ധതി പരിപൂർണമാകുന്നത്. ആകയാൽ നിജമായി പരമപുരുഷനായ ഭഗവാനെ സാക്ഷാത്കരിച്ച് ദിവ്യപുരുഷന്റെ പ്രഭാഷണത്താൽ പ്രഭാവിതരായി ജനങ്ങൾ ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുത സേവനത്തിൽ നിരതരാകണമെന്ന് ഭഗവാൻ പ്രബോധിപ്പിക്കുന്നു. ഭഗവാനെ കുറിച്ചുള്ള ശ്രവണത്തിന് ജീവാത്മാക്കൾക്ക് അഭിരുചി ലഭിക്കുകയും അങ്ങനെ അപ്രകാരത്തിലുള്ള ശ്രവണത്തിലൂടെ മാത്രം ഒരാൾ ഭഗവാനോട് ആദരവ്, ഭക്തി, അഭിനിവേശം എന്നീ തലത്തിലേക്ക് ക്രമേണ ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. സമർപ്പണ പ്രവർത്തന പദ്ധതിയാലാണ് ഈ സമ്പൂർണ്ണ പ്രവർത്തനവും പരിപൂർണമാകുന്നത്. ഈ ഗ്രന്ഥത്തിലും അതേ പ്രബോധനമാണ് ഭഗവാൻ തന്റെ അവതാരമായ വ്യാസദേവനിലൂടെ ഉദ്ബോധിപ്പിക്കുന്നത്. അന്തവർത്തിയും ബാഹ്യവർത്തിയുമായ ആത്മീയാചാര്യനായി ഭഗവാൻ സ്വയവും ഭഗവാന്റെ ബഹിരംഗ ശക്തി നിമിത്തമായ ദണ്ഡന നടപടി എന്നീ ഇരുപ്രകാരത്തിലും ഭഗവാനാൽ ബദ്ധാത്മാക്കൾ വീണ്ടെടുക്കപ്പെടുമെന്ന് ഇത് വിവക്ഷിക്കുന്നു. സർവ്വജീവാത്മാക്കളുടെയും ഹൃദയത്തിനുള്ളിലുള്ള പരമാത്മാവായ ഭഗവാൻ സ്വയം ആത്മീയ ആചാര്യനായി തീരുകയും ബാഹ്യമായി ധർമ്മശാസ്ത്രങ്ങളും ദീക്ഷയും നൽകുകയും ചെയ്യുന്നു. ഇവയെക്കുറിച്ച് സുവ്യക്തമായി അടുത്ത ശ്ലോകത്തിൽ വിശദീകരിച്ചിരിക്കുന്നു. ദേവന്മാരുടെ നിയന്ത്രണാധികാരവുമായി ബന്ധപ്പെടുത്തി മായാശക്തിയുടെ മേലധികാരത്തെ വേദങ്ങളിൽ പ്രത്യേകിച്ചും കേനോപനിഷത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്വന്തം ഗ്രഹണശക്തിക്ക് അനുസൃതമായി ജീവാത്മാക്കൾ ബഹിരംഗ ശക്തിയാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്ന് ഈ ഗ്രന്ഥത്തിലും സുവ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു. അപ്രകാരം ബഹിരംഗ ശക്തിയുടെ നിയന്ത്രണത്തിന് വിധേയരാകുന്ന ജീവസത്ത വിഭിന്നമായി അവസ്ഥിതമാകുന്നു. എങ്കിൽ തന്നെയും പരമസത്ത അഥവാ പരമദിവ്യോത്തമ പുരുഷന് സമക്ഷം അതേ ബഹിരംഗ ശക്തി അപ്രധാന അവസ്ഥയിൽ നിവിഷ്ടമായിരിക്കുന്നു എന്ന് ഭാഗവതത്തിലെ ഈ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാകുന്നു. ഭഗവാനെ സമീപിക്കാൻ മായാശക്തിക്ക് പോലും സാധ്യമല്ല. അവൾക്ക് ജീവശക്തികളിൽ മാത്രമേ പ്രവർത്തിക്കാൻ സാധ്യമാവുകയുള്ളൂ. ആകയാൽ മായാശക്തിയാൽ പരമഭഗവാൻ വ്യാമോഹിതനാകുകയും അപ്രകാരം ഒരു ജീവാത്മാവായി തീരുകയും ചെയ്യുന്നു എന്നത് ശുദ്ധ ഭാവനയാണ്. അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. അപ്പൊ അത് വളരെ ഉള്ളതാണ്. ജീവാത്മാവും ഭഗവാനും ഒരേ വിഭാഗത്തിലാണെങ്കിൽ അത് ദർശിക്കാൻ വ്യാസദേവന് സർവഥാ സാധ്യമാകുമായിരുന്നു എന്ന് മാത്രമല്ല, വ്യാമോഹിതമായ ജീവാത്മാക്കളുടെ ഭാഗത്തു നിന്നും ഭൗതിക ക്ലേശങ്ങളെ കുറിച്ചുള്ള അന്വേഷണങ്ങളും ഉണ്ടാകുമായിരുന്നില്ല. ആകയാൽ പരമപുരുഷനായ ഭഗവാൻ അഥവാ പരമവ്യക്തി പൂർണ്ണാഭിജ്ഞനാകുന്നു. അപ്രകാരമാകയാൽ ഭഗവാനെയും ജീവാത്മാക്കളെയും ഒരേ വിഭാഗത്തിൽ ഉൾപ്പെടുത്താനുള്ള ഉദ്യമത്തിൽ അദ്വൈതവാദികളുടെ പക്ഷത്ത് നിരവധി തത്വദീക്ഷയില്ലാത്ത ഭാവനകളുണ്ട്.
ഭഗവാനും ജീവാത്മാക്കളും ഒരേ വ്യക്തികൾ തന്നെയായിരുന്നു എങ്കിൽ അതീന്ദ്രിയമായ ഭഗവത് ഭഗവത് ലീലാ അവതരണത്തിന് ശ്രീല സുഖദേവ് ഗോസ്വാമി ഒരുമ്പെടുമായിരുന്നില്ല. കാരണം അത്തരമൊരു സാഹചര്യത്തിൽ അവയൊക്കെ തന്നെ മായാശക്തിയുടെ ബഹുസ്ഫുരണങ്ങൾ മാത്രമായി പരിണമിച്ചേനെ. മായയുടെ മുഷ്ടിബന്ധത്തിൽ തപിക്കുന്ന മനുഷ്യരാശിയുടെ പരമപരിഹാരമാണ് ശ്രീമദ് ഭാഗവതം. ആകയാൽ ശ്രീല വ്യാസദേവൻ പ്രാഥമികമായി ബദ്ധാത്മാക്കളുടെ യഥാർത്ഥ രോഗത്തിന്, അതായത് ബദ്ധാത്മാക്കളുടെ അസ്തിത്വം ബഹിരംഗ ശക്തിയാൽ വ്യാമോഹിതരാകുന്ന രോഗത്തിന് നിദാനം എന്തെന്ന് നിർണയിച്ചു. മായാശക്തി പൂർണ്ണമായും ദൂരീകരിക്കപ്പെട്ട പരമ അസ്തിത്വത്തെ അദ്ദേഹം ദർശിച്ചു. അതോടൊപ്പം രോഗഗ്രസ്തമായ ബദ്ധാത്മാവിനെയും രോഗഹേതുവിനെയും അദ്ദേഹം കണ്ടു. പരിഹാരമാർഗങ്ങൾ അടുത്ത ശ്ലോകത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. പരമദിവ്യോത്തമ പുരുഷനും ജീവാത്മാക്കളും നിസ്സന്ദേഹം ഗുണപരമായി ഒന്നാകുന്നു. എന്നാൽ ഭഗവാൻ മായാശക്തിയുടെ നിയന്ത്രകനും ജീവസത്തകൾ മായാശക്തിയാൽ നിയന്ത്രിക്കപ്പെടുന്നവനുമാകുന്നു. ആകയാൽ ഭഗവാനും ജീവാത്മാക്കളും ഏകകാലത്തെ ഏകരും ഭിന്നരുമാകുന്നു. മറ്റൊരു കേന്ദ്രാശയം ഈ ഗ്രന്ഥത്തിൽ സ്പഷ്ടമായി വ്യക്തമാക്കുന്നത് എന്തെന്നാൽ ഭഗവാനും ജീവസത്തുകളും തമ്മിലുള്ള നിത്യബന്ധം അതീന്ദ്രിയമാകുന്നു. അല്ലാത്ത പക്ഷം ബദ്ധാത്മാക്കളെ മായയുടെ മുഷ്ടിബന്ധനത്തിൽ നിന്നും വീണ്ടെടുക്കാൻ ഭഗവാൻ ശ്രമിക്കുകയില്ല. അതേ പ്രകാരം ജീവാത്മാക്കൾക്ക് ഭഗവാനോടുള്ള സ്വാഭാവിക പ്രേമവും അഭിനിവേശവും പുനരുദ്ധരിക്കേണ്ടത് ജീവസത്തകളുടെ ആവശ്യകതയാണെന്ന് മാത്രമല്ല, അവരുടെ പരമമായ പൂർണ്ണതയുമാണ്. ശ്രീമദ് ഭാഗവതം ബദ്ധാത്മാവിനെ ആ ജീവിത ലക്ഷ്യ ഉദ്ദേശത്തോടെ ചാരിതാർത്ഥ്യത്തോടെ സംതൃപ്തിയോടെ സൽക്കരിക്കുന്നു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഹരേ കൃഷ്ണ. അപ്പം നമ്മള് ഒരു വലിയ പർപ്പോട്ട് കണ്ടു. യഥാർത്ഥത്തിൽ മറ്റൊന്നും വേണ്ട, ഈ പർപ്പോട്ട് അങ്ങ് മനസ്സിലാക്കിയാൽ മാത്രം മതി നമുക്ക് നല്ല നോളജ്, നല്ല അറിവ് കിട്ടുന്നതിന്. ഹരേ കൃഷ്ണ. വളരെ എന്തെല്ലാം കാര്യങ്ങൾ ആണ് ശ്രീല പ്രഭുപാദിൽ എഴുതിയിരിക്കുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഈ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ, കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, 4-ാം ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ശ്രീനാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം വ്യാസദേവൻ എന്ത് ചെയ്തു? ഭക്തിയുത സേവനത്തിൽ, അതാ ഭക്തിയോഗത്തെ, ധ്യാനത്തെ സമന്വയിപ്പിച്ച് പരിപൂർണമായും ധ്യാന നിരതനായി തീർന്നു. അദ്ദേഹം മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് ഭഗവാന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ബഹിരംഗ ശക്തി സമേതം അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനെ കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ദർശിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ഈ 4-ാം ശ്ലോകത്തിൽ പറയുന്നത്, വ്യാസദേവൻ പൂർണ്ണമായും ധ്യാനത്തിലായി. എങ്ങനെയുള്ള ധ്യാനം? ധ്യാന യോഗം എടുത്തു. എല്ലാ ധ്യാനയോഗത്തിന്റെ 8 ലിംസും അദ്ദേഹം എടുക്കുകയല്ല അവിടെ ചെയ്തത്. ഭക്തിയോഗത്തിൽ തന്നെ അദ്ദേഹം ധ്യാന നിമഗ്നനായി എന്ന് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഭക്തിയോഗത്തിൽ മനസ്സിനെ ഉറപ്പിച്ചു, ധ്യാനിച്ചു എന്നാണ് പറയുന്നത്. അപ്പോഴാണ് മനസ്സ് ഏകാഗ്രമായപ്പോൾ ഭഗവാനെ അദ്ദേഹം ദർശിച്ചു. എങ്ങനെ ദർശിച്ചു എന്ന് പറഞ്ഞു? ബഹിരംഗ ശക്തി സമേതം അദ്ദേഹം ഭഗവാനെ ദർശിച്ചു എന്ന് പറഞ്ഞു. എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു, അല്ലെ? അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നു? ഭഗവാൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഭഗവാനെ കാണുമ്പോൾ നമ്മളെ സത് ചിത് ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ എന്ന്. അപ്പം സംവിത്ത്, സന്ധിനി, ഹ്ലാദിനി, ഈ 3-ന്റെയും ഇരിപ്പിടമായ ഭഗവാൻ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശക്തികൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രധാന ശക്തികൾ ആരെങ്കിലും ഒന്ന് പറയാമോ? പ്രധാനപ്പെട്ട ശക്തികൾ ഏതൊക്കെയാണെന്ന്? ഭഗവാന്റെ പ്രധാനപ്പെട്ട ശക്തികളെ ഇതിനുള്ളത് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലേ? 3 തരം ശക്തികളാണുള്ളത്. ഈ 3 വിധം ഭഗവാൻ ഒരുപാട് ശക്തികളുണ്ട് എന്ന് നമുക്കറിയാം. എണ്ണമില്ലാത്ത ശക്തികളുണ്ടെന്ന് നമുക്കറിയാം. ഈവൻ ഭഗവാനെ ഉരലിൽ പിടിച്ച് കെട്ടിയിരുന്ന അവസരത്തിലെ 16 ശക്തികളാണ് ഭഗവാന്റെ കൂടെ അവിടെ വന്ന് നിന്നത്. എന്തിന്? ആ
ഏത് സമയത്ത് ഭഗവാന് എന്തെങ്കിലും ആവശ്യമായി വരുമ്പോൾ, ഹെൽപ്പ് ആവശ്യമായി വന്നാൽ നൽകുന്നതിന് വേണ്ടി. അപ്പം എണ്ണമില്ലാത്ത ശക്തികളുടെ ഉടമയാണെങ്കിലും നമ്മൾ ഇവിടെ എടുത്തു പറയുന്നത് ഈ 3 വിവിധ ശക്തികളെയാണ്. അതിനെ നമ്മൾ 2ആയി തിരിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? ആത്മീയമെന്നും ഭൗതികമെന്നും 2ആയി തിരിച്ചിരിക്കുന്നു. അപ്പം ആത്മീയമായ ശക്തിയാണ് അന്തരംഗ ശക്തിയും തടസ്ഥ ശക്തി. അത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. ആത്മീയ ശക്തിയാണ് എന്ത്? അന്തരംഗ ശക്തിയും തടസ്ഥ ശക്തിയും. ബാഹ്യമായിട്ടുള്ള ബഹിരംഗ ശക്തി ഭൗതികമായ ശക്തിയുമാണ്. ഈ അന്തരംഗ ശക്തി, അതിനെ നമുക്ക് ഏതൊക്കെ പറയാം? അന്തരംഗ ശക്തി എന്ന് പറയുമ്പം നമ്മൾ അവിടെ പറയുന്നത് സത്, ചിത്, ആനന്ദം. സത്ത് എന്ന് പറയുമ്പോൾ എന്താണത്? സന്ധിനീ ശക്തി. സന്ധിനീ ശക്തി എന്ന് പറഞ്ഞാൽ എന്താണത്? എന്നും നിലനിൽക്കുന്ന എറ്റേണിറ്റി, ശാശ്വതമായിട്ടുള്ളത്. സംബിത് എന്ന് പറയുമ്പം, അല്ലെങ്കിൽ ചിത് ശക്തി എന്ന് പറയുമ്പം അറിവിന്റെ ഇരിപ്പിടം, നോളജ്, അറിവ്. അതുപോലെ ക്ലാദിനി ശക്തി എന്ന് പറയുമ്പം അതെന്താണ്? ആനന്ദമയമായിട്ടുള്ളത്. അപ്പം ആനന്ദ സ്വരൂപിണി, ആനന്ദ സ്വരൂപൻ എന്നൊക്കെ പറയും അല്ലെ? അപ്പം ആനന്ദപരമായിട്ടുള്ളത്. അപ്പം ഇന്റേണൽ എനർജിയെ നമ്മള് 3 വിഭാഗങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഓർത്തിരിക്കേണ്ടത് ആത്മീയ ശക്തിയുമുണ്ട്, ഭൗതിക ശക്തിയുമുണ്ട്. അത് മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ മനസ്സിൽ വെക്കാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് ശക്തികളുള്ള കൂട്ടത്തിൽ പ്രധാനമായി എടുക്കുന്നതാണ്. അപ്പൊ അന്തരംഗ ശക്തിയെ തന്നെ നമ്മള് 3ആയിട്ട് വിഭജിച്ചു. എന്തൊക്കെയാണ്? സന്ധിനി, സംബിത്ത്, ഹ്ലാദിനി എന്ന് പറഞ്ഞു. അപ്പം അത് ഒരു ഭാഗത്ത് നിൽക്കുന്ന അന്തരംഗ ശക്തി. ബഹിരംഗ ശക്തി എന്ന് പറയുമ്പോൾ ആരാണ്? ബഹിരംഗ ശക്തി ആരാണെന്നൊന്ന് പറയൂ. ഹരേ കൃഷ്ണ. ബഹിരംഗ ശക്തി സഹിതം സമേതം അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനെ ദർശിച്ചു എന്ന് പറഞ്ഞു. ബഹിരംഗ ശക്തി എന്ന് പറയുമ്പോ ഞാൻ 2ആയി തിരിച്ചു. ബാഹ്യശക്തി, മായാദേവി, മായാശക്തി, ബാഹ്യശക്തി, രണ്ടും മായയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് തെറ്റും. യോഗമായയും ഉണ്ട്, എന്താണ്, മഹാമായയും ഉണ്ട് അല്ലെ? അപ്പം ആ വെളിയിൽ നിൽക്കുന്ന ബഹിരംഗ ശക്തി, അതാണ് ഭൗതികമായിട്ടുള്ള ശക്തി. അപ്പം എപ്പോഴും നമ്മള് ശക്തികളെ നമ്മൾ ആത്മീയമെന്നും ഭൗതികമെന്നും തിരിക്കും. ഇവിടെ ആത്മീയമായിട്ടുള്ളതാണ് അന്തരംഗ ശക്തിയും തടസ്ഥ ശക്തിയും. തടസ്ഥ ശക്തിയാണ് ആരായിട്ടുള്ളത്? ജീവാത്മാക്കൾ എന്ന് പറയുന്നത്. അപ്പം അന്തരംഗ ശക്തി പിന്നെ തടസ്ഥ ശക്തി. ഞാനിപ്പോ പറഞ്ഞത് രണ്ടുമാണ്. എന്തൊക്കെയാണ്? അന്തരംഗ ശക്തിയും തടസ്ഥ ശക്തിയും. ഒന്ന് ഭഗവാനോടൊപ്പം നിൽക്കുന്ന അന്തരംഗ ശക്തി, ഭഗവാനിൽ തന്നെ അലിഞ്ഞു ചേർന്നിരിക്കും, ഭഗവാനോടൊപ്പം നിൽക്കുന്ന അന്തരംഗ ശക്തിയും, പിന്നെ എന്താണ്? ജീവാത്മാക്കളായിരിക്കുന്ന തടസ്ഥ ശക്തിയും. അത് രണ്ടും ആത്മീയമാണ്. വീണ്ടും വീണ്ടും എടുത്തു പറയുന്ന ഈ ശ്ലോകം അതിനെക്കുറിച്ചുള്ളതായതുകൊണ്ടാണ്. പിന്നെ ഭൗതിക ശക്തി, നമുക്കെല്ലാം അറിയാവുന്ന എന്താണ്? ബഹിരംഗ ശക്തി എന്ന് പറയുന്നത് അത് ഭൗതികമായിട്ടുള്ളതാണ്. അപ്പൊ അത് പ്രത്യേകം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമുക്ക് ഈ ശ്ലോകം പഠിക്കാനായിട്ടുള്ളത്. അപ്പം ആരാണ് ഇത്? വ്യാസദേവന് പറഞ്ഞു കൊടുക്കുന്ന, ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? നാരദ മഹർഷിയാണ് അല്ലെ? നാരദ മഹർഷിയെ നമ്മൾ ദേവദർശന എന്നാണ് പറയുന്നത്. ദേവദർശന. ദേവ എന്ന് പറഞ്ഞാൽ ദൈവം എന്നുള്ള അർത്ഥമാണ്. ദർശന എന്ന് പറഞ്ഞാൽ കാണുന്നത് എന്നുള്ള അർത്ഥം. ദേവദർശന, അതിന് പല അർത്ഥം നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം മഹത് വ്യക്തിത്വമുള്ള വ്യക്തി എന്നൊരർത്ഥം വരും. അപ്പം കാണാൻ ഈശ്വരനെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന, എന്ന് വെച്ചാൽ ഈശ്വരനെ പോലെ എന്ന് പറഞ്ഞാൽ ഈശ്വരനല്ല എങ്കിൽ തന്നെയും ഈശ്വരനെ കാണാകുന്ന രീതിയിൽ നമ്മൾ കാണേണ്ട ആളെ എന്നുള്ള അർത്ഥത്തിലാണ് എന്താണ് ദേവദർശന എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നാരദരെ കാണുന്നത് ഭഗവാനെ കാണുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനോടൊപ്പമാണ്. എന്തുകൊണ്ടാ പറയാൻ കാരണം? നാരദര് വന്നിട്ടുള്ളവരെല്ലാം ഭഗവാനിൽ, നാരദർ ആരെ സമീപിച്ചിട്ടുണ്ടോ അവരെയൊക്കെയും നാരദര് ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുമായിരുന്നു. അങ്ങനെ നാരദരെ കാണുന്നത് ഈശ്വരനെ കാണുന്നത് പോലെയാണ്. അപ്പം ഭഗവാന്റെ വിശുദ്ധ പ്രതിനിധിയാണ് ആര്? നാരദരെന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നാരദോ ദേവദർശന, നാരദനായിരിക്കുന്ന ആ ദേവദർശനൻ നമുക്ക്
വ്യാസദേവർക്ക് ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം, എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം, നിനക്ക് നഷ്ടപ്പെട്ടത് എന്താണോ അത് നീ നേടിയെടുക്കാൻ നീ ധ്യാനത്തിലാകൂ എന്ന് പറയുകയും അങ്ങനെ ധ്യാനത്തിൽ പോവുകയും ചെയ്തു. അവിടെ നിന്ന് അദ്ദേഹം ഭഗവാനെ ദർശിച്ചു. ഭഗവാനെ അന്തരംഗശക്തി ഭഗവാനോടൊപ്പം ഉണ്ട്, പക്ഷെ അദ്ദേഹം ബഹിരംഗശക്തി സഹിതം ഭഗവാനെ കണ്ടു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പം ബദരി വൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ട ആശ്രമത്തിലാണ് അദ്ദേഹം അവിടെ ഭഗവാനെ ദർശിക്കുന്നത്. അദ്ദേഹം നല്ല ധ്യാനത്തിലായിരുന്നു, മനസ്സിനെ ഏകാഗ്രമാക്കി എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പരമപുരുഷനിൽ തന്നെ നിവിഷ്ടനായിരുന്നുവെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തെ കണ്ടപ്പോഴേ, ബഹിരംഗശക്തി സഹിതമെന്ന് പറഞ്ഞപ്പോഴേ നമുക്കറിയാം, നമ്മൾ സൂര്യനെ നോക്കുമ്പം നമ്മൾ പ്രത്യേകമായി സൂര്യരശ്മി കാണാം അല്ലെ. അപ്പൊ ചന്ദ്രനെ നോക്കുമ്പം ചന്ദ്ര കിരണങ്ങൾ നമ്മളെ ദർശിക്കാറുണ്ട്. അതുപോലെ തന്നെ ഭഗവാനെ ദർശിക്കുമ്പം ഭഗവാന്റെ ശക്തികളെല്ലാം ഭഗവാനോടൊപ്പമുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന് ആ സമയം പ്രകടമായത് ബഹിരംഗ ശക്തിയാണ് പ്രകടമാക്കി കൊടുത്തത് എന്നാണ്. ഇനിയും അതിന് നമ്മൾ മനസ്സിലാക്കണം, ബഹിരംഗ ശക്തിയും ഭഗവാന്റെ നിയന്ത്രണത്തിന് കീഴിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അന്തരംഗ ശക്തി ഭഗവാനോടൊപ്പമുണ്ട്, ബഹിരംഗ ശക്തി ഭഗവാന്റെ നിയന്ത്രണത്തിന് കീഴിൽ തന്നെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഭൗതിക അജ്ഞതയിൽപ്പെടുന്നവര് പ്രകൃതിയെയും പുരുഷനെയും രണ്ടായി കാണാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് നമുക്കറിയാം. അപ്പം അന്തരംഗ ശക്തിയുടെ കീഴിലാകുമ്പം നമ്മുടെ അജ്ഞതകളെല്ലാം മാറുകയും നമുക്ക് പരമമായി ഭഗവാനെ നമ്മളോടൊപ്പം ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളിതിന് വ്യത്യസ്തമല്ല, നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് ഭഗവാൻ എന്നുള്ള ചിന്താഗതി അവരിലുണ്ടാകുന്നു. അപ്പൊ അവര് ചെയ്യുന്നതെല്ലാം തന്നെ എന്തായി മാറുന്നു? ഭഗവാന്റെ സഹായത്തോടു കൂടി വളരെ പരമ പവിത്രമായി മാറുകയും ചെയ്യുന്നു. അപ്പൊ ആത്മാരാമന്മാര് അഭയം പ്രാപിക്കുന്നത് ഭഗവാനെയാണെന്ന് നമുക്കറിയാം. ആത്മീയതയ്ക്ക് മുമ്പിൽ അന്ധകാരത്തിന് നിലനിൽപ്പില്ല എന്നതുപോലെയാണ് ഈ രണ്ട് ശക്തികൾ. അതിൽ ബഹിരംഗ ശക്തിക്ക് ഭഗവാനിൽ യാതൊരു നിയന്ത്രണവും ചെലുത്താൻ കഴിയില്ല. ബഹിരംഗ ശക്തി ആരിലാണ് നിയന്ത്രണം ചെലുത്തുന്നത്? ഹരേ കൃഷ്ണ. ജീവാത്മാക്കളിൽ മാതാജി. ജീവാത്മാക്കളിൽ നിയന്ത്രണം ചെലുത്താൻ കഴിയും. അപ്പം ആ ഒരു നിയന്ത്രണം ചെലുത്തുന്നതിന് ജീവാത്മാക്കളിൽ മാത്രമേ ഈ ബഹിരംഗ ശക്തിക്ക് കഴിയുള്ളൂ. ബഹിരംഗ ശക്തി പോയോ? കേൾക്കുന്നുണ്ടോ? പോയോ? ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ട് മാതാജി. ഉണ്ടോ? ഹരേ കൃഷ്ണ. അവിടെ ആത്മീയമായിരിക്കുന്ന ഈ ശക്തികളെല്ലാം ആരുടേതാണ്? ആരുടെ ശക്തിയാണ് ഇതെല്ലാം? ഭഗവാന്റേതാണ്. അപ്പം ഭഗവാന്റെ ശക്തി ആണെങ്കിൽ പോലും ഈ ബഹിരംഗ ശക്തി എന്ന് പറയുന്നതിന് ആത്മീയ ശക്തിക്ക് മുന്നിൽ, അഥവാ ഭക്തിയുത സേവനത്തിന് മുന്നിൽ യാതൊരു പ്രാധാന്യവും ഇല്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ ധർമ്മം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ ശ്രീമദ് ഭാഗവതം 1:2-6 ശ്ലോകം പറഞ്ഞിട്ടുണ്ട്. സവൈ പുംസാം പരോധർമ്മോ യഥോഭക്തി രഥോക്ഷജേ. അത് പഠിച്ചു കഴിഞ്ഞതാണ്. എങ്ങനെയാണ് ആ യഥോഭക്തി രഥോക്ഷജയെ എടുക്കേണ്ടത്? സവൈ പുംസാം പരോധർമ്മോ യഥോഭക്തി രഥോക്ഷജേ അഹൈതുകി അപ്രതിഹത യജാത്മാ സുപ്രസിദ്ധതി. നമ്മൾ അകാരണമായിട്ടും ഇടതടവില്ലാതെയും നമ്മൾ ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം നമ്മളിലേക്ക് ചുരിഞ്ഞുകൊണ്ടേയിരിക്കും. അതിനെ നിയന്ത്രണത്തിലാക്കാൻ ഒരു ശക്തിക്കും കഴിയയില്ല എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ പരമമായ ധർമ്മം എന്ന് പറയുന്നത് പരോധർമ്മോ യഥോ ഭക്തി അഥോക്ഷജേ. അപ്പൊ നമ്മൾ അവിടെ ബഹിരംഗ ശക്തിയോ അഥവാ അന്തരംഗ ശക്തിയോ വേർപെടുത്തുന്നില്ല. നമ്മുടെ ഭക്തി അഥോക്ഷജനിൽ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനം. അപ്പം നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു? ജീവാത്മാക്കൾക്ക് എന്ത് പറ്റുന്നു? ഭൗതിക ശക്തിയാൽ ബന്ധനസ്ഥരായി തീരുന്നു. ഇവിടെ വരുമ്പോഴത്തേക്ക് ഭൗതിക ശക്തി നമുക്ക് നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തുന്നു. നമുക്കറിയാം 3 തത്വങ്ങളെ കുറിച്ച്: കൃഷ്ണതത്വ, ഭക്തി തത്വ, പ്രേമതത്വ എന്ന് 3 തത്വങ്ങൾ ഉണ്ട്.
അപ്പൊ ഈ ഭഗവാനിൽ നിന്ന് എത്തുന്ന അംശങ്ങളായ നമ്മളെയാണ് എന്ത് ചെയ്യുന്നത്? ബഹിരംഗ ശക്തി അതിന്റെ നിയന്ത്രണത്തിൽ ആക്കുന്നത്. അങ്ങനെ അതിന്റെ തടവിലായി പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്, തടവിലാക്കപ്പെട്ടിരിക്കുന്നത്. ആ ജീവാത്മാരെന്ന് പറയുന്നത്, ജീവാത്മാക്കൾ എന്ന് പറയുന്നത് ആത്മീയ സത്ത തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ മുമ്പേ പറഞ്ഞത് അന്തരംഗ ശക്തിയും പിന്നെ ഏതാണ് തടസ്ഥ ശക്തിയും ആത്മീയമാണ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് ആത്മീയമാണെങ്കിലും അവര് ഇവിടെ വന്നു കഴിയുമ്പോൾ മറ്റെല്ലാമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ, എല്ലാമായിട്ട് അങ്ങ് എന്തെയാണ് നമ്മൾ മറ്റൊന്നുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ നമ്മളും വിചാരിക്കും നമ്മൾ ആരാണ്? ഈ ഭൗതികതയിൽപ്പെട്ട ആളാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നു. അതാണ് നമുക്ക് പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട തെറ്റെന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ഇവിടെ വന്ന് കഴിയുമ്പോഴേക്ക് നമ്മൾ ഇതിൽ പെട്ടതാണ്. നമ്മൾ ഇവിടെ വരാൻ കാരണം എന്താണ്? നമുക്ക് വളരെയധികം ആഗ്രഹം തോന്നി. എപ്പോഴോ നമുക്ക് ഇവിടെ ഈ സുഖത്തെ കുറിച്ച്, ഭഗവാൻ സുഖിക്കുന്നു അതുപോലെ എനിക്കും സുഖിക്കണം എന്നുള്ള ഒരു ചിന്താഗതി എനിക്ക് ഉണ്ടാകുമ്പോഴാണ് എന്നെ ഇവിടേക്ക് പറഞ്ഞു വിടുന്നത്. അപ്പം ശ്രീലപ്രഭാതര് ഒന്ന് രണ്ട് ശ്ലോകങ്ങളുടെ പർപ്പോട്ടിൽ പറയുന്നുണ്ട്, നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുമ്പം ബ്രഹ്മസ്ഥാനം നൽകിയാണ് നമ്മളെ പറഞ്ഞു വിടുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ വന്നിട്ട് ആ സ്ഥാനത്തെ അങ്ങ് ദുരുപയോഗം ചെയ്തിട്ട് ഞാൻ കോടാനുകോടി ജന്മങ്ങളെടുത്ത് നമ്മൾ തിരിച്ചു പോകാൻ ഇഷ്ടമില്ലാത്തവരായി നമ്മൾ ഇവിടെ തന്നെ അങ്ങ് കഴിയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഞാൻ ഈ ഭൗതിക പ്രതിയുടെ ഭാഗമാണെന്ന് ചിന്തിക്കുമ്പം ഭൗതിക പ്രതിയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മളെ ബാധിക്കുകയും ചെയ്യും. നമ്മളെ സ്വയം ചിന്തിക്കുന്നു ഞാൻ ഈ ഭൗതിക പ്രതിയുടെ ഭാഗമാണ്, അപ്പം നമ്മളെ അതെല്ലാം ബാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ജീവസത്ത് അതുകൊണ്ടാണ് ക്ലേശം അനുഭവിക്കേണ്ടതായി വരുന്നത്. ജീവസത്തെ എന്ന് പറയുന്ന ആത്മീയമായിട്ടുള്ളതാണ്, ഭഗവാൻ ഇവിടേക്ക് വിട്ടതാണ്. ഇവിടെ വന്നിട്ട് നമ്മുടെ ആഗ്രഹം നിറവേറ്റിയിട്ട് തിരിച്ചു പോകാനാണ് നമ്മളെ വിട്ടിരിക്കുന്നത്. ഇതൊന്നും നമ്മൾ ഓർക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ കാണുന്ന ഭൗതികതയിൽ കാണുന്ന ഈ വെളിച്ചങ്ങളെല്ലാം നമ്മളെ ആകർഷിക്കുകയും നമ്മളെ അതിനകത്ത് പെട്ടുപോകുകയും ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ചിലപ്പം നമ്മൾ ചിന്തിച്ചാല് ഒരു കോടീശ്വരന്റെ വീട്ടിൽ ജനിച്ച ഒരു കുട്ടിയാണ്. കോടീശ്വരനായിരുന്നു ആ കുട്ടിയും അതേ സുഖ സൗകര്യത്തോടു കൂടി ജീവിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോ ആ കുട്ടി എങ്ങനെയോ അവിടെ നിന്ന് ഏത് വിധത്തിലോ ഒന്നീ മോഷ്ടിച്ചുകൊണ്ട് പോയതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലാകാം ആ കുട്ടി വെറും ഒരു കുടിലിൽ ചെന്ന് പെടുന്നു. അവിടെ നിന്ന് അവന് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പൊ ഈ കോടീശ്വരനായി ജീവിച്ചിരുന്ന വീട്ടിലെ സ്ഥിതി അല്ല ഈ ദാരിദ്ര്യത്തിലുള്ള വീട്ടിലെ സ്ഥിതി. പക്ഷെ അവൻ അവിടെ വന്നപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുക, അവന് വേറെ രക്ഷപ്പെടാൻ മാർഗമില്ല. അവിടെ നിന്നുകൊണ്ട് അവിടെയുള്ള കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവിടെ ജീവിക്കുക. അപ്പൊ അവിടുന്ന് പോകണമെന്ന് പിന്നെ അവന് ചിന്തിക്കാൻ പറ്റില്ല. എങ്ങോട്ട് പോകാനാണെന്ന് അവൻ അറിഞ്ഞുകൂടാ. അറിയാമെങ്കിൽ മാത്രമല്ലേ അവന് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. അവൻ അത് അറിയുന്നില്ല. അങ്ങനെ അവൻ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ അവിടെ നിന്നുകൊണ്ട് അവൻ ആ ദാരിദ്ര്യത്തിൽപ്പെട്ട് പോകുന്നത് പോലെ തോന്നുന്നു. സൗണ്ട് കൂട്ടിയാ വെച്ചിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഞാനെന്നാ ഒന്നുകൂടെ ഒന്ന് ഇത് ചെയ്തിട്ട് വരാം, ലീവ് ചെയ്തിട്ട് ഞാൻ കയറാം. ഹരേ കൃഷ്ണ. ലീവ് ചെയ്യണ്ട. ഓക്കെ. നല്ലപോലെ കേൾക്കുന്നുണ്ട്. അപ്പം ആ ഒരു സ്റ്റാറ്റസിലാണ് ആ കുട്ടി അവിടെ ജീവിക്കുന്നത്. മറ്റേ സ്റ്റാറ്റസ് എവിടെയായിരുന്നു? വളരെ പ്രാമുഖ്യമായ സമൂഹത്തിലെ ഉന്നത സ്റ്റാറ്റസിലായിരുന്നു. ഇവിടെ വന്നപ്പോൾ ദാരിദ്ര്യത്തിലായിപ്പോയി. പക്ഷെ ഇവിടെ വന്നപ്പോൾ അവൻ അറിയുന്നില്ല അവന്റെ സ്ഥിതി എന്തായിരുന്നു, അവൻ തിരിച്ചു പോകാൻ പറ്റുമോ, ഇതൊന്നും അവൻ അറിയുന്നില്ല. അവൻ അതിൽ ശ്രമിക്കുന്നുമില്ല. അവൻ അവിടെ നിന്നുകൊണ്ട് ജീവിക്കുന്നത് ഒരു അവസ്ഥയാണ് നമുക്കിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഒരു ജീവശക്തി, വികാരമുണ്ട്, വിചാരമുണ്ട്, ആഗ്രഹമുണ്ട്, ചിന്താശക്തിയുണ്ട്. ഇതെല്ലാം ജീവസത്തയ്ക്കുണ്ടെന്ന് നമ്മൾ പ്രഭാതരുടെ ഈ പാത്തോട്ടിൽ നിന്ന് നമ്മൾ വായിച്ചു വിട്ടേ അല്ലെ. അപ്പൊ ഇതെല്ലാം ഉണ്ട്. പക്ഷേ യഥാർത്ഥ ജ്ഞാനത്തെ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അജ്ഞതയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്കിവിടെ അജ്ഞത കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ അവസ്ഥയ്ക്ക് കാരണമായി നിൽക്കുന്നത് എന്താണ്? ബഹിരംഗ ശക്തിയുടെ സ്വാധീനമാണ് ഇവിടെ നമുക്ക് ഉള്ളത്. അപ്പം ജീവാസ് ബഹിരംഗ ശക്തിയാൽ വ്യാമോഹിതരാകാൻ ആഗ്രഹിക്കുന്നില്ല. അത് ബഹിരംഗ ശക്തിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. പക്ഷേ ബഹിരംഗ ശക്തിക്ക് ചില കർത്തവ്യങ്ങളൊക്കെ ഭഗവാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ മക്കളെ അവിടേക്ക് വിടുന്നു. ആ വിടുന്ന മക്കളെ വേണ്ട രീതിയിൽ അവർക്ക് അവരുടെ മനസ്സിനെ ഏകാഗ്രമാക്കി
ഇവിടെ തിരിച്ചു വരത്തക്ക രീതിയിൽ ആഗ്രഹം ജനിപ്പിച്ച് ഭൗതികമായ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, തിരിച്ചു വിടാനായിട്ട്. അപ്പം ബഹിരംഗ ശക്തിയുടെ കർത്തവ്യമാണ്, ഭഗവാൻ കൊടുത്തിരിക്കുന്ന കർത്തവ്യമാണത്. അപ്പം വിസ്മൃതരായവരെ, ഭഗവാനെ കുറിച്ച് മറവിയിൽപ്പെട്ടു പോയവരെ, ഞാൻ വന്നിരിക്കുന്നത് ഇന്നിടത്തു നിന്നാണ്, ആ സ്മൃതിയിൽ നിന്ന്, ആ ഓർമ്മയിൽ നിന്ന് അങ്ങ് വിസ്മൃതരായി മാറിയവരെ എന്ത് ചെയ്യുന്നു, അവളുടെ നിയന്ത്രണത്തിൻ കീഴിൽ ആക്കിയിരിക്കുകയാണ്. ആരുടെ? ബഹിരംഗ ശക്തിയുടെ നിയന്ത്രണത്തിൻ കീഴിലാക്കി. എന്റെ കർത്തവ്യം എന്താണ് എന്നതിനെ കുറിച്ച് തീർച്ചയായും ബഹിരംഗ ശക്തി ബോധവതിയുമാണ്. അവളെ ആ ഒരു കോട്ടയ്ക്കകത്തിട്ട് ഒരു കോട്ട കെട്ടി ആ കോട്ടയ്ക്ക് ആ ദുർഗാദേവിയെ ഏൽപ്പിച്ച് നമ്മളെ വിട്ടിരിക്കുകയാണ് ഭഗവാന്. ഇവിടെ വന്ന ആ ദുർഗാദേവി നമ്മളെ നന്നാക്കി കൊണ്ടുപോവുക. എന്താണ്, കുട്ടികളൊക്കെ എന്താണ് ചീത്തയായി, ചീത്ത സ്വഭാവം, വളരെ മോശമായ സ്വഭാവം കുട്ടികൾ കാണിക്കുമ്പം അതിനെ കുട്ടികളെ നല്ല നടത്തിപ്പിന് വേണ്ടി അവരുടെ ആ സെല്ലിലേക്ക്, അഥവാ ആ ഓരോ സെല്ലുണ്ടല്ലോ അതിനായിട്ട് അവിടേക്ക് അയക്കുന്നത് പോലെ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു, ബഹിരംഗ ശക്തിയുടെ കയ്യിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മളെ നിയന്ത്രിച്ചെടുത്ത് ഭഗവാനിലേക്ക് എത്തണമെന്ന ചിന്താഗതിയിൽ നമ്മുടെ മനസ്സിനെ കൊണ്ടുവന്ന് നമ്മൾ അതിന് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. വിസ്മൃതായവരെ അങ്ങനെ നിയന്ത്രണത്തിൽ നിന്നും, അവളുടെ കർത്തവ്യത്തിൽ അവൾ പൂർണ്ണമായും ബോധവതിയാണ്, അവൾ വേണ്ടത് ചെയ്യുന്നു എന്ന് ശ്രീല പ്രഭാതരി പാർപ്പോട്ടിൽ പറഞ്ഞിരിക്കുന്നു. അപ്പം ഊതിക്കാച്ചിയ പൊന്നുപോലെ ആക്കിയിട്ട് വേണം നമ്മളെ തിരിച്ചയക്കാൻ എന്നും ബോധവതിയാണ് ഈ ബഹിരംഗ ശക്തി. അപ്പൊ അങ്ങനെ പൂർണ്ണതയിൽ എത്തിച്ചിട്ട് മാത്രമേ തിരിച്ചയക്കാൻ തയ്യാറാകുകയുള്ളൂ. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മളെ ഇവിടെ നിന്ന് കുറേ ഇത് എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോകുന്ന അവസരത്തിൽ, തിരിച്ചു പോകാൻ തയ്യാറെടുക്കുന്ന അവസരത്തിൽ പോലും ചിലപ്പോൾ നമ്മൾക്ക് കാണുന്ന മറ്റ് ലോകങ്ങളിൽ കാണുന്ന അവിടുത്തെ പ്രകാശമാനമായ അന്തരീക്ഷങ്ങൾ നമ്മൾ ഒന്ന് കണ്ണു തുറന്ന് നോക്കി അതിലൊരു താല്പര്യം നമ്മുടെ മനസ്സിൽ വന്നാൽ മതി, നമ്മൾ അവിടേക്ക് താഴെപ്പെടും. അതാണ് പ്രധാനമായ കാര്യം. അപ്പൊ നമ്മള് ആ ഒരു പോകുന്ന അവസരത്തിൽ പോലും നമ്മളിവിടെ നിന്ന് നമ്മളെ കൊണ്ടുപോകുന്നതും ആരാണ്? ബഹിരംഗ ശക്തിയാണ്. അപ്പൊ പോകുന്ന അവസരത്തിൽ പോലും നമ്മുടെ മനസ്സ് ഏകാഗ്രമാക്കി ഭഗവാനെ മാത്രം മതി എന്ന ചിന്താഗതിയിൽ നമ്മൾ എത്തിപ്പെടണം. അപ്പൊ എത്തിപ്പെടാൻ കഴിയാതെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാണുമ്പോൾ ഒരു വളരെ അത് ഞാൻ ഒരു പ്രാവശ്യം, ഞാൻ മെൽബണിൽ താമസിക്കുന്ന അവസരത്തില് ഞാൻ ഒരു പാലം കടന്നു വേണം അമ്പലത്തിലേക്ക് പോകാനായിട്ട്. അപ്പൊ ആ പാലത്തിന്റെ അവിടെ നല്ല മനോഹരമായ ദൃശ്യങ്ങളാണുള്ളത്. അപ്പൊ കാണാന് ഭയങ്കരമായ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം രാത്രിയിൽ അത് കാണുമ്പോൾ വളരെ ഭംഗിയാണ്. അപ്പൊ ഞാൻ ഒരു ദിവസം പോകുന്ന അവസരത്തിൽ പറഞ്ഞു, അയ്യോ എന്തൊരു ഭംഗിയാണ് ഇത് കാണാൻ എന്ന് പറഞ്ഞപ്പോ എന്നോട് ഉണ്ടായിരുന്ന ഒരു ബ്രഹ്മചാരി അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഇതൊക്കെ കണ്ട് ഈ മനോഹരമായ കാഴ്ചകളിൽ അങ്ങ് മനസ്സുടക്കി പോകുമ്പോഴാണ് നമ്മള് തിരിച്ച് നമുക്കിവിടെ തന്നെ നിൽക്കേണ്ടതായി വരുന്നത്. അപ്പൊ ഈ മനോഹരമായ വർണ്ണക്കാഴ്ചകളൊക്കെയും നമ്മളെ ഇവിടെ പിടിച്ചു നിർത്താൻ പ്രാപ്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മളെ ഊതിക്കാച്ചിയ പൊന്നുപോലെ ആക്കിയിട്ടാണ് ഈ ദുർഗാദേവി നമ്മളെ തിരിച്ചയക്കുന്നത്. പിന്നെ അനുസരണ ഇല്ലാത്ത മക്കളെ നല്ലവരാക്കി മാറ്റാൻ ഇങ്ങോട്ട് വിട്ട് കഴിയുമ്പം സ്കൂളിലൊക്കെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് നമ്മളെ ഏൽപ്പിക്കും, ടീച്ചേഴ്സിനെ ഏൽപ്പിക്കും. എന്താണ്, ഭയങ്കര പ്രയാസമാണ്, വീട്ടിൽ വെച്ചേക്കാൻ വയ്യ, ഭയങ്കര പ്രയാസമാണ്, ഒരു കാര്യവും പറഞ്ഞാൽ കേൾക്കില്ല, നല്ല അടി കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്നത്. അപ്പൊ എന്താണ്, ആ കുട്ടികളെ നല്ലതായി ശിക്ഷ കൊടുക്കുമ്പോൾ ആ പേരൻസിന് പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നതുപോലെ ഇവിടെ വന്നിട്ട് ദുർഗാദേവി തരുന്ന അടിക്ക് നമുക്ക് വരുന്ന സുഖത്തോടൊപ്പം അല്പം സുഖവും തരും, അല്പം ദുഃഖവും തരും, ഇല്ലേ? അപ്പൊ നമ്മുടെ കർമ്മഫലം അനുസരിച്ച് ഇപ്പം പലരും ചോദിക്കും, എനിക്ക് ദുഃഖമൊന്നും ഇല്ലല്ലോ എന്ന് ചിലപ്പോൾ നിങ്ങളിൽ ഓരോരുത്തരും പറഞ്ഞെന്നിരിക്കാം. പക്ഷേ ദുഃഖം ഏത് സമയത്താണ് വരുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റുകയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് മനസ്സിലാക്കേണ്ടത്, സുഖവും ദുഃഖവും ഉണ്ടെങ്കിലും നമുക്ക് ഏത് സമയത്തും കൂടുതൽ ദുഃഖം വരാം. അപ്പോൾ മാത്രമാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പം ഭഗവാൻ ഇവിടേക്ക് വിട്ടു, തന്റെ മക്കളെ ഇവിടേക്ക് വിട്ടു. ഇവിടെ ദുർഗാദേവി എന്ത് ചെയ്യുന്നോ എത്രയും നന്നാക്കി കൊണ്ടുവരണം. ദുർഗാദേവിയെ കുറിച്ച് ഭഗവാൻ അറിയാം, വേണ്ട ധർമ്മങ്ങൾ വേണ്ട രീതിയിൽ അവൾ ചെയ്യുമെന്നുള്ളത് അറിയാം. അതുകൊണ്ട് ഭഗവാൻ അതിൽ ഇടപെടുകയേ ഇല്ല എന്നാണ്. അപ്പം ഒരു പിതാവും തന്റെ മക്കൾ അനാവശ്യമായിട്ട്, ശ്രീലപ്രഭാതർ പറഞ്ഞേക്കുന്നതാണ്, അനാവശ്യമായിട്ട് മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന ഒരച്ഛനും ഇഷ്ടപ്പെടത്തില്ല, അല്ലേ? പക്ഷേ ഇവിടെ ദുർഗാദേവിയെ കുറിച്ച് വളരെ വിശ്വാസം ഭഗവാൻ ഉള്ളത് കൊണ്ട് ഭഗവാൻ അതിൽ കൈവിടത്തുകയില്ല. അപ്പം അതുപോലെ ചില സമയത്തെ
എന്ത് നടക്കാം. ജയിലിലെ കാര്യം നമുക്കൊന്ന് ആലോചിക്കാം. ശ്രീല പ്രഭു അതൊരു എക്സാമ്പിൾ തന്നതാണ്. അപ്പം ജയിലിലാണെങ്കിൽ അവിടെ ചില ആൾക്കാർ ചില സമയത്തൊക്കെ രാജാവ് അല്ലെങ്കിൽ അവിടെ ഇപ്പം നമുക്ക് മിനിസ്റ്റേഴ്സ്, അപ്പൊ അവരൊക്കെയും ഗവർണറോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അവരൊക്കെയും വന്ന് ജയിൽ സന്ദർശിക്കും. ജയിൽ സന്ദർശിച്ച് ചിലപ്പോഴേ ആൾക്കാർ നല്ല നല്ല നടത്തിപ്പിന് വന്നാൽ അവർക്ക് ചിലപ്പം കാലമൊക്കെ പണിഷ്മെന്റ് ടൈമൊക്കെ കുറച്ച് കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ചില സമയത്ത് നമ്മളോട് കരുണ തോന്നാൻ നമ്മൾ അതിന് തക്കതുപോലെ പെരുമാറിയാൽ ചില സമയത്ത് നമ്മളോട് കരുണ തോന്നി ഭഗവാനിലേക്ക് പോകാൻ നമുക്ക് കഴിഞ്ഞെന്നും വരാം എന്നും പറയുന്നു. അപ്പൊ അതിനു വേണ്ടി ഭഗവാൻ എന്ത് ചെയ്യുന്നു? ബ്രഹ്മാവിന്റെ എന്താണ് ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഭഗവാൻ ഇവിടെ പേഴ്സണലായിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട് എന്നുള്ളതാണ്. അച്ഛനായിട്ടുള്ള ഭഗവാന് എന്ത് ചെയ്യുന്നു? സ്വന്തം രാജ്യത്തിൽ വളരെ മനോഹരമായ ഗോലോക വൃന്ദാവനത്തിൽ നിന്നും അദ്ദേഹം ഇവിടേക്ക് വരുന്നു. ഇവിടെ വന്നിട്ട് ഈ ധർമ്മത്തെ അധർമ്മമാക്കി മാറ്റി അധർമ്മത്തെ എല്ലാം ഇല്ലാതാക്കിയിട്ട് നമുക്ക് അറിവ് പകർന്നു തരുന്നു. നമുക്കിപ്പോ അറിവ് എങ്ങനെയാണ് ഭഗവാൻ പകർന്നു തന്നിരിക്കുന്നത്? ഭഗവത്ഗീത രൂപത്തിൽ നമുക്ക് അതെന്താണ് ഓരോ തത്വമായിട്ട് നമുക്ക് അറിവ് പകർന്നു തന്നിട്ടുണ്ട്. ആ അറിവ് ഭഗവത്ഗീത ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ നമ്മൾക്ക് അറിവ് പകർന്ന് നമ്മളെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. നമ്മളെ രൂപത്തിൽ നമ്മളെ മനസ്സിലേക്ക് എത്തിച്ചിരിക്കുന്നതാണ് ഭഗവത്ഗീത എന്നും ഭാഗവതം എന്നും ഒക്കെ പറയുന്നത്. അത് ഉപദേശം നൽകുകയും നമ്മളെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ ഭഗവാൻ തയ്യാറാകുകയും ചെയ്യുന്നതാണ് ആ ഒരു രീതിയിൽ. അപ്പം പിന്നെ എന്ത് ചെയ്യുന്നു? ഭഗവാന് തൻ്റെ സേവകരെ ഇവിടേക്ക് അയക്കുന്നു. പല ആൾക്കാരെ ഇവിടേക്ക് വിട്ടിട്ട് നമ്മളെ തിരിച്ചു കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള അവസരങ്ങളും അറിവും നമുക്ക് പകർന്നു തന്നിട്ട് നമ്മളെ കൊണ്ടുപോകുവാൻ തയ്യാറാകുന്നതും നമുക്ക് അറിയാം. പക്ഷേ അപ്പം പലതരത്തിലുള്ള ബുക്കുകൾ ഇവിടെയുണ്ട്. അതുപോലെ നമുക്ക് വായിക്കാൻ പറ്റത്തക്ക രീതിയിൽ പുസ്തകങ്ങളെ അതിൻ്റെ പല ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ച് ഭഗവാന്റെ സേവകന്മാർ നമുക്ക് തന്നേക്കുന്നു. അതുപോലെ അറിവ് പകർന്നു തരുന്നു. അതുപോലെ എല്ലാ ക്ലാസ്സുകൾ നടത്തി ഓരോരുത്തരെയും എന്ത് ചെയ്യുന്നു? അവരിലേക്ക് ആകർഷിക്കുന്നു. ഭഗവാനിലേക്ക് ആകർഷിക്കുന്നു. അവരിലേക്കല്ല ആകർഷിക്കുന്നത്, ഭഗവാനിലേക്ക് ആകർഷിക്കുന്നു. അങ്ങനെ എന്തെല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ കുഴപ്പം എന്താണ്? പണ്ട് ഒരു കഥയുണ്ട്. ഇന്ദ്രനെ വളരെ അഭിമാനിയായിരുന്നല്ലോ ഇന്ദ്രനെ. അപ്പൊ അഭിമാനിയായിട്ട് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ എങ്ങനെയോ ഒരു ശാപം കിട്ടുന്നു. ആ ശാപം കിട്ടി ഇന്ദ്രൻ ഇവിടെ ഭൂമിയിൽ വന്ന് കുറച്ചു കാലം ജീവിക്കേണ്ടതായിട്ട് വരുന്നു. അതിനൊരു പ്രത്യേക ടൈം പറഞ്ഞാണ് വിടുന്നത്, ഞാനിപ്പോ മറന്നുപോയി. അപ്പൊ അങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്ന അവസരത്തില് അദ്ദേഹം ഇവിടെ വന്നു, പന്നിയായിട്ട് ഇവിടെ വന്നു. പന്നി ഫാമിലിയായി ഇവിടെ വന്ന് മക്കളുണ്ട്, ഭാര്യയുണ്ട്. അവരിങ്ങനെ സന്തോഷമായിട്ട് അവിടെ ഇവിടെയും തിന്നും കളിച്ചും രസിച്ചും അങ്ങനെ നനഞ്ഞ പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ നടക്കുന്നു. വളരെ സന്തോഷം. ഒരുപാട് കാലം അങ്ങനെ ജീവിച്ചു കഴിഞ്ഞപ്പോഴേ കുറേ ദിവസം കഴിഞ്ഞപ്പോഴേ ഈ നമ്മുടെ ദേവദർശനൻ നാരദനുണ്ടല്ലോ, എവിടെയും ചെല്ലും. അപ്പൊ അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹം കണ്ടു, ഈ ഇന്ദ്രനല്ലേ ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിന് കണ്ടപ്പോഴേ മനസ്സിലായി. അങ്ങനെ ഉടനെ അദ്ദേഹം വരുന്ന ഇന്ദ്രനോട് ചോദിച്ചു, നിന്റെ ടൈം കഴിഞ്ഞില്ലേ? കാലം കഴിഞ്ഞില്ലേ? എല്ലാത്തിനും ഒരു സമയമുണ്ട്, നിനക്ക് തിരിച്ചു പോകാറായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിനിയും പോകുന്നില്ല, എനിക്കിവിടെ സുഖമാണ്, ഈ കുട്ടികളും ഭാര്യയും എല്ലാം ഒത്ത് ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്ന് പറയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്ദ്രന് ഓർമ്മയില്ല ഞാൻ ആരാണെന്നുള്ളത്. അപ്പൊ ആ സമയത്ത് പിന്നീട് അദ്ദേഹത്തെ നിർബന്ധിച്ച് പറഞ്ഞ്, നിന്റെ കാലഘട്ടം അവിടെ താമസിക്കേണ്ട കാലഘട്ടം തീർന്നിരിക്കുന്നു, നിനക്ക് തിരിച്ചു പോകേണ്ട നിന്റെ ബാധ്യതകൾ നീ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു, അതുകൊണ്ട് നീ തിരിച്ചു പോകൂ എന്ന് പറഞ്ഞു വിടുന്ന ഒരു കഥയുണ്ട്. അപ്പൊ എന്ന് പറയുന്നത് പോലെ നമ്മളിവിടെ വന്നു, നമുക്ക് തിരിച്ചു പോകണമെന്നൊന്നുമില്ല, നമ്മൾ സുഖമായിട്ട് ഇവിടെ താമസിക്കാൻ. അതുകൊണ്ട് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, എന്താ? ദേവീ ഹേഷ ഗുണമയി മമമായ ദുരത്യ. പിന്നെ എങ്ങനെ ആർക്കെല്ലാം അതിനെ മാറ്റിയെടുക്കാൻ കഴിയും? ആരാണോ മാമേവയെ പ്രപദ്യന്തേ മായാമേതാൻ തരന്തിതേ. എനിക്ക് വേണ്ടി എന്നെ ആശ്രയിക്കുന്നവർക്ക് എന്റെ മായയെ മാറ്റിയെടുക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷെ എന്നെ ആശ്രയിക്കുന്നവരാരോ അവർക്കതിനെ മറികടക്കാൻ കഴിയും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയണം, അല്ലെ? 9-ാം അധ്യായത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. അത് അങ്ങനെ ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയണം. അങ്ങനെ മനസ്സിലാക്കുന്നവരെ വളരെ കുറച്ചു പേരേ ഉള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ
ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, അപജാനന്തി മാമൂഢ മനുഷ്യന്തനുമാശ്രിതം പരംഭാവം അജാനന്തോ മമ ഭൂത മഹേശ്വരം എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ എന്നെ ആശ്രയിക്കാൻ കഴിയുന്നവർക്ക് തീർച്ചയായും ഏതുമായേയും മറികടക്കാൻ കഴിയും എന്നുള്ളതാണ്. എന്റെ അതീന്ദ്രിയ സ്വരൂപത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ആ അതീന്ദ്രിയ സ്വരൂപത്തിന്റെ പുറകെയാണ് എനിക്ക് നിൽക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായാൽ എനിക്ക് തിരിച്ചു പോകാൻ കഴിയും. എനിക്ക് ഈ രീതിയിലുള്ള മായാപ്രവർത്തനങ്ങളോ സുഖസൗകര്യങ്ങളോ ഒന്നുമല്ല എന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ളത്. എന്റെ അതിമനോഹരമായ സച്ചിദാനന്ദ സ്വരൂപം നിൽക്കുന്ന ആ ഭാഗത്തേക്ക്, ആ ശാശ്വതമായ ലോകത്തിലേക്ക് എനിക്ക് തിരിച്ചു പോകണം എന്നുള്ള ചിന്താഗതി നമുക്ക് ഉണ്ടാകും. അപ്പൊ അന്തർവർത്തിയും ബാഹ്യവർത്തിയുമായ ആചാര്യനായി ഭഗവാൻ സ്വയം എവിടെ വരും? ബഹിരംഗ ശക്തിയിലൂടെ നമുക്ക് എങ്ങനെയാണ് ഉപദേശം കിട്ടുന്നത്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ബഹിരംഗ ശക്തിയിൽ കൂടി നമുക്ക് എങ്ങനെയാ പറ്റുന്നത്? ഹരികൃഷ്ണ, ആരെങ്കിലും ഒന്ന് ചിന്തിച്ചോ? ബഹിരംഗ ശക്തി നമ്മളെ അതിന് സഹായിക്കുന്നുണ്ട്. കിട്ടുന്നില്ല? ഓക്കെ. ബഹിരംഗ ശക്തി നമുക്ക് നല്ല സുഖത്തോട് നമ്മൾ ജീവിച്ചിരിക്കുകയായിരിക്കും. ഭയങ്കരമായ കൊട്ടാരമുണ്ട്, നമുക്ക് കാറുകൾ ഇഷ്ടംപോലെ മുറ്റത്തുണ്ട്, എന്ത് ചെയ്യാനും സേവകന്മാരുണ്ട്. അതേ രീതിയിൽ സുഖപ്രദമായിട്ട് നമ്മൾ കഴിയുമ്പോഴാണ് ഒരു വലിയ അസുഖം ഉണ്ടായി ഒരു രീതിയിൽ എവിടൊക്കെ പോയാലും മാറാത്ത ഒരു അസുഖം കിട്ടും. ഒറ്റ ഒരടി നമുക്ക് തരികയാണ്. ആ അടിയോടുകൂടി ഡോക്ടേഴ്സ് പോലും പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നു. അവിടെ വെച്ച് നമുക്ക് എന്ത് സംഭവിക്കും? ദണ്ഡനാ നടപടികൾ ബഹിരംഗ ശക്തി നമുക്ക് തന്നിട്ട് നമ്മളെ തിരിച്ചുവിടാൻ നോക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പം പ്രകൃതി ഗുണങ്ങൾ അടങ്ങിയ സമഗ്ര ഭൗതിക ശക്തിയിൽ നിന്നുകൊണ്ട് എത്രയോ കാലഘട്ടങ്ങൾ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. കാരണം എന്താ? നമ്മുടെ സമ്പത്തെല്ലാം ഇവിടെ കിടക്കുകയാണ്. ഈ സമ്പത്തൊന്ന് ഇട്ടിട്ട് പോകാനോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ ഉപേക്ഷിച്ചിട്ട് പോകാനോ നമുക്ക് യാതൊരു ഇഷ്ടവും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിൽപ്പെട്ട് പോകുന്നു. അപ്പം ജീവാത്മാക്കൾ ബഹിരംഗ ശക്തിയാൽ നിയന്ത്രിതരായി അങ്ങനെ തീരുന്നു എന്ന് നമുക്ക് നേരത്തെ ഞാൻ വായിച്ചു, കേനോപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വായിച്ചു. അപ്പം ഭഗവാനെ സമീപിക്കാൻ നേരത്തെ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭഗവാനെ സമീപിക്കാൻ മായാശക്തിക്കാകില്ല, ജീവാത്മകളെ സമീപിക്കാനേ കഴിയുള്ളൂ. അങ്ങനെ ഒരു ബഹിരംഗ ശക്തി നമ്മളെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നു. നമ്മൾ അതിൽപ്പെട്ടിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് അവിടെ ശ്രീല പ്രഭാതർ എടുത്തു പറഞ്ഞേക്കുന്നത്, മായാശക്തിയാൽ ഭഗവാൻ ഒരിക്കലും മോഹിതനാകുന്നില്ല, ഭഗവാൻ മോഹിതനാകുന്നേ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മയിൽ ഉണ്ടെങ്കിൽ അത് ശുദ്ധ മടയത്തരമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ജീവാത്മാക്കളും ഭഗവാനും ഒരേ വിഭാഗത്തിൽ പെടുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട് എന്നും അത് ആരാണെന്ന് നമുക്കറിയാം, ഇല്ലേ? പ്രത്യേകിച്ചും നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ് ഓം തത്സ തത്വമസി അഹം ബ്രഹ്മാസ്മി, അല്ലെ? ഞാനും ഭഗവാനും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഞാൻ ബ്രഹ്മം തന്നെയാണ്. ഓം തത്സ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? അപ്പൊ അത് എന്താണ് ഇതിന് കാരണമായിട്ട് നിൽക്കുന്നത്? ഈ ഒരു ഉപനിഷത്ത് വാക്യങ്ങളാണ് ഇതൊക്കെ. എന്തുകൊണ്ട് അതിൽ പെട്ടു? കാരണം ആർക്കെങ്കിലും പറയാൻ കഴിയും? നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ കഴിയും എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ നമ്മളെ ഭഗവാന്റെ ശക്തിയായിട്ടാണ് നമ്മളെ വിട്ടിരിക്കുന്നത്, അല്ലെ? ഭഗവാന്റെ ശക്തി തന്നെയാണ് നമ്മളെ എന്ന് നമുക്കറിയാം. പിന്നെ ഭഗവാന്റെ ഈ പൂർണ്ണമായ ഭഗവാനും നമ്മളും തമ്മില് എന്ത് വ്യത്യാസമാണുള്ളത്? എന്ത് വ്യത്യാസമാണ് ഭഗവാനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം? എന്താണ്? ആർക്കെങ്കിലും പറയാം? കേൾക്കാൻ വയ്യ. അതെ അതെ അതെ. ഭഗവാനും നമ്മളും തമ്മിലുള്ളത്, ഭഗവാന് പൂർണ്ണമായി എല്ലാ ശക്തികളും ഉണ്ട്, അല്ലെ? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? റിച്ച്നെസ്, സ്ട്രെങ്ത്, ബ്യൂട്ടി, നോളജ്, റിനൗൺസിയേഷൻ, ഇതൊക്കെ, അല്ലെ? സൗന്ദര്യം ഭഗവാനുള്ളതുപോലെ അല്പ സൗന്ദര്യം നമുക്ക് തന്നിട്ടുണ്ട്. സമ്പത്തും ഭഗവാൻ, ഈ പ്രപഞ്ചമാകെ ഭഗവാന്റേതാണെങ്കിൽ നമുക്കും അല്പം സമ്പത്തുണ്ട്. അതുപോലെ പ്രശസ്തിയും നമുക്ക് അല്പം തന്നിട്ടുണ്ട്. ത്യാഗമനോഭാവവും നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ അറിവും നമുക്ക് അല്പം തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ആകുമ്പോ ഇതെല്ലാം നമ്മളിലും ഭഗവാനിലും ഉണ്ട് എന്നുള്ളത്. മൊത്തം 64 ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നതിൽ ഭഗവാന് 64 ഗുണങ്ങളും ഉണ്ട്.
അത് പിന്നെ ആർക്കാണ്? വിഷ്ണുവിന് 60 ഗുണങ്ങളുണ്ട്, ശിവന് 55 ഗുണങ്ങളുണ്ട്, ബ്രഹ്മാവിന് 50 ഗുണങ്ങളുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും 28 ഗുണങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ആ ഭഗവാൻ, അങ്ങനെയുള്ള പൂർണ്ണനായിരിക്കുന്ന ഭഗവാനെയും നമ്മളെയും തമ്മിൽ കമ്പയർ ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? കടൽ ജലത്തിലെ ഒരു ഗ്ലാസ് ജലം എടുത്തിട്ട് കടൽ ജലത്തോട് താരതമ്യം ചെയ്യാൻ കഴിയുമോ? അല്ലെങ്കിൽ എന്താണ്, ഖനിയിൽ പോയിട്ട് അവിടുത്തെ സ്വർണത്തോട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു മോതിരത്തെ കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? ചൈതന്യ മഹാപ്രഭു നമുക്കിതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ജീവന്മാരും അതുപോലെ ഭഗവാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്വൈതവാദികൾ പറയുന്നത് പോലെ അല്ല അചിന്യാഭേദ തത്വം നമ്മുടെ കൂടെ ഉണ്ട്. അചന്യാഭേദാഭേദ തത്വം എന്നാണ് പറയുന്നത്. അചന്യാഭേദ തത്വം നമ്മളിൽ ഉണ്ട് എന്നുള്ളത്, അത് നമ്മൾ തമ്മിലുള്ള ആ വ്യത്യാസത്തെ കാണിക്കുന്നു എന്നുള്ളതാണ്. ഒന്നാണ് പക്ഷെ ഒന്നല്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പൊ അങ്ങനെ മഹാപ്രഭു നമുക്ക് ഇതെല്ലാം തന്നിട്ടുള്ളത്. അപ്പം നിത്യബന്ധമാണ് നമ്മൾ ഭഗവാനും നമ്മൾ തമ്മിലുള്ളത്. ഭഗവാന്റെ ഉത്കൃഷ്ട പ്രകൃതമാണ് ജീവസത്ത എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഭഗവാന്റെ ഇച്ഛയാൽ അതാണ് നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ ഭഗവാൻ നമുക്ക് സ്വാതന്ത്ര്യം തന്ന് നമ്മളെ എവിടേക്ക് വിട്ടു. അപ്പൊ ഈ പ്രപഞ്ചത്തെ ജീവസത്തയ്ക്ക് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ നമ്മളെ എന്ത് വേണം? ശരിക്കും നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി ഒന്നുകിൽ നമ്മളെ പ്രകൃതിയുടെ ദണ്ഡനങ്ങളെ മുഴുവൻ ഏറ്റെടുക്കാൻ തയ്യാറാകണം, അല്ലെങ്കിൽ നമ്മൾക്ക് ഭഗവത് ചിന്തയോടുകൂടി തിരിച്ചു പോകാൻ തയ്യാറാക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം അതീന്ദ്രിയമാണെന്ന് പറഞ്ഞു, ടൈമായി ഇല്ലേ? അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നമ്മളെ തിരിച്ചു കൊണ്ടുപോകാൻ ഭഗവാൻ ആളിനെ അയക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഭഗവാന്റെ ഉത്കൃഷ്ട പ്രകൃതി ആണ് ജീവസത്ത എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഭഗവാന്റെ ഇച്ഛയാലാണ് ഇത് എല്ലാം നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, ഭൂമി രാവോ അനലോ വായു ഖം മനോബുദ്ധിരേവച അഹങ്കാരം ഇതീയമ്മേ ഭിന്ന പ്രകൃതി രഷ്ടത എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ബാഹ്യപ്രകൃതിയെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൽ എന്റെ ഉന്നതമായ ശക്തി അതിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതിനെയെല്ലാം ചൂഷണം ചെയ്യുന്നുണ്ട് ഈ എന്റെ ഉന്നതമായ ശക്തി എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്റെ ഉന്നത ശക്തിയാണ് ജീവാത്മാക്കൾ. അത് ഈ ഭൂമി രാവോ അനലോ വായു ഖം മനോബുദ്ധിരേവച. അപ്പൊ അതെല്ലാം മറ്റേടത്തുണ്ട്. അപ്പൊ ഇതിലെ ഭൂമി ആ ബാഹ്യപ്രകൃതിയെ മൊത്തം എന്ത് ചെയ്യുന്നു? ചൂഷണം ചെയ്തു കൊണ്ടുപോകാൻ കഴിയുന്ന ജീവസത്തയെ ഞാൻ ഇവിടേക്ക് അയച്ചിരിക്കുന്നു എന്നും പറഞ്ഞിട്ടുള്ളത്. അപ്പം ജീവന്മാരും അതുപോലെ കൃഷ്ണനുമായിട്ടുള്ള ബന്ധം, അതിനെക്കുറിച്ച് നമുക്ക് ഭാഗവതത്തിൽ 10ാം സ്കന്ധത്തിലെ ഏകദേശം 87 തൊട്ട് 90 വരെയുള്ള അധ്യായമാണെന്ന് തോന്നുന്നു. അവിടെ പ്രത്യേകിച്ച് വേദമൂർത്തികളുടെ പ്രാർത്ഥന എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് വിശദമായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും ഭാഗവതത്തില്. പിന്നെ ശരിക്കും നമ്മൾ ഭക്തിയോഗം കൊണ്ട് നമ്മൾ സേവനത്തിൽ ഏർപ്പെട്ടാൽ നമുക്ക് തിരിച്ചു പോകുവാൻ പ്രയാസമില്ല. മാംസയോ വ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതിത്യാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ എന്നാണ് പറയുന്നത്. ഏതൊരവസ്ഥയിലും പിഴയ്ക്കാതെ ഭക്തിയുത സേവനം ചെയ്യുന്നവർക്ക് വേഗം ത്രിഗുണങ്ങളെ അതിക്രമിച്ചിട്ട് എന്ത് ചെയ്യാൻ? തിരിച്ചു പോകാൻ കഴിയും, ബ്രഹ്മപദത്തിലെത്താൻ കഴിയും. നമ്മൾ പ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈ ഗുണങ്ങളെ കുറിച്ചാണ്. ഇനിയിപ്പോ സമയമില്ല ഗുണങ്ങളെ കുറിച്ച് എടുക്കാൻ. അപ്പൊ ആ ഗുണങ്ങൾക്കനുസരിച്ച് ഗുണങ്ങളെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ത്രിഗുണങ്ങൾ ആ ഒരിതിൽ നിന്ന്, അതിന്റെ പിടിയിൽ നിന്ന് നമുക്ക് തിരിച്ചു പോകാൻ കഴിയും. എങ്ങനെ വേണം? ഏത് രീതിയിൽ വേണം? അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ, അതാണ് പറഞ്ഞിരിക്കുന്നത്. സഗുണാൻ സമതിയെത്തിയതാൽ ബ്രഹ്മഭൂയായ കൽപ്പതേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബ്രഹ്മപദത്തിലെത്താൻ നമ്മൾ എന്ത് ചെയ്യണം എന്നും ഇവിടെ ഭഗവത്ഗീത നമുക്ക് ഉപദേശിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. ടൈം കഴിഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് ഈ ശ്ലോകത്തിന്റെ ലാസ്റ്റ് പാരഗ്രാഫ് പുസ്തകമുള്ളവരെല്ലാം വായിക്കേണ്ടതാണ്. അതിന് ഇപ്പൊ എടുക്കാൻ സമയമില്ല. കുറച്ച് കാര്യങ്ങൾ അതിൽ പ്രത്യേകിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. മായയുടെ മുഷ്ടിബന്ധനത്തിൽ തപിക്കുന്ന മനുഷ്യരാശിയുടെ പരമപരിഹാരമാണ് ശ്രീമദ് ഭാഗവതമെന്നും, അത് പിന്നെ നമ്മുടെ
ഇവിടെ ശ്രീല വ്യാസദേവൻ എന്താണ് ചെയ്തത്? ബദ്ധാത്മാക്കളുടെ യഥാർത്ഥ രോഗത്തിന് കാരണത്തെ അദ്ദേഹം കണ്ടുപിടിച്ചു. ആ രോഗഗ്രസ്തമായ ബദ്ധാത്മാവിനെയും രോഗഹേതുവിനെയും അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞു. അപ്പം രോഗഹേതുവിനെയും കണ്ടുപിടിച്ചു. ഇനി അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് അടുത്ത ഭാഗത്തിൽ, അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ പരമദിവ്യോത്തമ പുരുഷനും ജീവാത്മാക്കളും ഗുണപരമായി ഒന്നാണ് എന്നും ശ്രീല പ്രഭുപാദൻ നമുക്ക് ഈ ലാസ്റ്റ് പാരഗ്രാഫ് വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഹരേ കൃഷ്ണ. സോറി, ടൈം കഴിഞ്ഞു. ജയ് കൃഷ്ണ മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഒരു ഹരേ സംശയം, കൃഷ്ണ. നമ്മൾ എത്ര ഇവിടെ പ്യൂർ ചെയ്ത് നമ്മളെ ദുർഗാദേവി വിടുന്നുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് മാതാജി, നമ്മൾ ഈ പോകുന്ന പോക്കിൽ എത്രയോ ഗ്രഹങ്ങളിലൂടെ പോയിട്ട് എല്ലാം കഴിഞ്ഞ് ശിശുമാര എന്ന അഗ്നിയിൽ സ്ഫുടം ചെയ്തു വേണം ഭഗവാന്റെ അടുത്ത് എത്താനെന്നൊക്കെ ഈ ഇതിൽ സ്കന്ധം ഓർക്കുന്നില്ല പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ മാതാജി, നമുക്ക് ഡിവോട്ടീസിന് അത് ബാധകമാണോ? അതെ, നമുക്ക് ഇവിടുത്തെ ഇതുകൊണ്ട് ശുദ്ധി കൊണ്ട് അങ്ങെത്താൻ പറ്റുമോ ഭഗവാന്റെ അടുത്ത്? അത് പിന്നെ ഭഗവാന്റെ കാരുണ്യത്തെ ആശ്രയിച്ചിരിക്കും. അതായത് ഒറ്റ നിമിഷം കൊണ്ട് അത് ആരാണ് പോയത് എന്നൊക്കെ നമ്മൾ പറയുന്നില്ല. ഒറ്റ നിമിഷം കൊണ്ട് പോലും നമ്മുടെ മനസ്സ് പൂർണ്ണമായി ഭഗവാനിൽ തന്നെ ലയിച്ചു കഴിഞ്ഞാൽ നമ്മളെ അപ്പോൾ തന്നെ കൊണ്ടുപോകാൻ ഭഗവാൻ തയ്യാറാകുന്നുണ്ട്. അതൊക്കെ ഭഗവാന്റെ കാരുണ്യം നമ്മളിലേക്ക് വാങ്ങിക്കാൻ നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി, നമ്മൾ മനസ്സ് ശുദ്ധമാക്കി ഭഗവാൻ മതി എന്നുള്ള ആ ചിന്താഗതിയിൽ എത്തുമ്പോഴേക്ക് നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്ന ഭൂതാനത്തിന്റെ കഥ അറിയാമല്ലോ. ഒറ്റ നിമിഷം കൊണ്ട് അല്ലേ? ഖട്വാങ്കനെന്ന ധരണീശന് കാൺകൊരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനും എന്തു വഴി, അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങളില്ലേ? അപ്പൊ അതൊക്കെ ഭഗവാന് അത്രമാത്രം പരിശുദ്ധരാകണം മാതാജി. നമ്മൾ അതുപോലെ ഒന്നും നമ്മളെ ബാധിക്കാതെ ആയാൽ ഭഗവാൻ കൊണ്ടുപോയേക്കും. പക്ഷെ സാധാരണ ലെവലാണ് പറയുന്നത്, നൂല് വഴി പോകുന്ന ആ നിഴലാണ് നമ്മളെ പിന്നെയും പിടിച്ചു നിർത്തുന്നത്. മാതാജി, ഈ പിന്നെ ഭഗവാന്റെ ശക്തി, അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തി എന്ന് പറഞ്ഞല്ലോ. അതിൽ അന്തരംഗ ശക്തിയെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. പിന്നെ സന്ധിനി ശക്തി, പിന്നെ സംവിത്ത്, പിന്നെ സ്വാതിനി. അപ്പൊ ഒന്നും മനസ്സിലായില്ല എനിക്ക് മാതാജി. സന്ധിനി ശക്തി എന്ന് പറയുമ്പോൾ ശാശ്വതമായി നിൽക്കുന്നതാണ്. ഭഗവാന്റെ ശാശ്വതത്തെ കാണിക്കുന്നതാണ്, എന്നും ഉള്ളത്, അതിന് നാശമില്ലാത്തതാണ്. ഈ സന്ധിനി അല്ലെങ്കിൽ സത്ത് എന്നും പറയും. സന്ധിനി അല്ലെങ്കിൽ സത്ത്, അത് ഇംഗ്ലീഷ് പറയുമ്പോൾ എറ്റേണിറ്റി എന്ന് പറയും. പിന്നെ സംവിത്ത് എന്ന് പറയുമ്പം നമ്മള് അറിവിന്റെ പൂർണ്ണത, നോളജ്, അതാണ് സംവിത്ത് എന്ന് പറയുന്നത്. ചിത്ത അറിവുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു പൂർണ്ണമായി. ഭഗവാനിൽ അറിവില്ലാത്ത ഒന്നുമില്ല, ഭഗവാൻ അറിഞ്ഞൂടാത്ത ഒന്നുമില്ല. പിന്നെ അടുത്തത് ക്ലാദിനി എന്ന് പറയും. ക്ലാദിനി എന്ന് പറയുന്നത് ആനന്ദമയമായിട്ടുള്ളത്. ആനന്ദം എന്ന് വെച്ചാൽ ഭഗവാൻ പൂർണ്ണമായും ആനന്ദമയനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് നമുക്കും അല്പം ആനന്ദമൊക്കെ തന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് അതുപോലെ ഭഗവാൻ പൂർണ്ണ ആനന്ദമയനാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മനസ്സിലായി മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപ. നിർത്തട്ടെ മാതാജി? ഹരേ കൃഷ്ണ. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാസിന്ധുഭ്യോ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ രാമ രാമ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. പ്രണാമം. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.